തന്നെ പത്രം കിട്ടിയപ്പോ ഞാൻ വായിച്ചു അത് ഓടി വന്നാ ഇതിനുള്ളിൽ ഒന്ന് നോക്കി അക്ഷയ ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. നമുക്കല്ലേ അറിയത്തുള്ളൂ എന്താ സത്യാവസ്ഥ. ഞാനിപ്പോ പഴയ ആളൊന്നുമല്ല. എന്നാലും ആട് കിടന്നിടത്ത് പൂടെയെങ്കിലും കാണാതിരിക്കുവോ? എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. ചില മുഖം മൂടി കഴിഞ്ഞ് വീണു ഗോപാല. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോ റൂം എടുക്കത്തില്ല. സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. അപ്പാർട്ട്മെന്റ് അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അല്ല പറഞ്ഞു. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്, ഒരു ബാഗ്, പിന്നെ കയ്യിലിടുന്ന വാച്ച്. എന്തൊക്കെ ഡ്രസ്സാന്ന് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്? അതൊക്കെ അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്ത് ഉദ്ദേശിച്ച? എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. എടീ, വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയില് വെച്ചോ. ഇറങ്ങി പോടി. അപ്പൊ ശരി. അയ്യോ അതെന്ത് പോകാടാ, നമുക്കിത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. ഞാനൊരു ടൂർ പോവാ, 6 മാസം കഴിഞ്ഞേ വരൂ. അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറാ. അറിയൊന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?